എല്ലായിടത്തും ഉച്ച കഴിയുന്നതോടെ പുലികൾ നഗരം കീഴടക്കം. പുലിമടകളിൽ നിന്ന് പുലികൾ പുറത്തേക്കിറങ്ങും. ശ്രീനിത കൃഷ്ണൻ കൂടിയുണ്ട്. കുട്ടൻകുളങ്ങര ദേശത്തിനൊപ്പമാണ് ശ്രീനിതയുള്ളത്. ശ്രീനിത, ഇതിപ്പോൾ പുതിയ വെറൈറ്റി പുലികളൊക്കെ ഇത്തവണയുണ്ട് എന്ന് പറയുന്നു. മെറ്റാലിക് പുലി ഉള്ളതായും അതുപോലെ വാലുള്ള പുലികൾ, അങ്ങനെ പല പല കാഴ്ചകൾ ഇത്തവണ കാണാൻ കഴിയും. പുതുമയുള്ള കാഴ്ചകളാണ്. എന്തൊക്കെയാണ്? കുട്ടിപ്പുലികളും വനിതാ പുലികളും ഒക്കെ ഉണ്ടാകുമോ ഇത്തവണയും? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പുലിമടകളിൽ വരുമ്പോൾ ഓരോ തവണ വരുമ്പോഴും ഓരോ തരം കാഴ്ചകളാണ് കാണുന്നത്. ഞാനിപ്പോൾ കുട്ടൻകുളങ്ങര ദേശത്താണ്. അതായത് ഇപ്പോൾ ലാലേട്ടന്റെ ഒരു ഡയലോഗ് കടയെടുക്കുകയാണെങ്കിൽ 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കുട്ടൻകുളങ്ങര തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ ഒരു 9 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു കുട്ടൻകുളങ്ങരയ്ക്ക്. അപ്പോൾ അവരുടെ ആ ഒരു തിരിച്ചുവരവ് അവർ ഗംഭീരാക്കാണ്. ഞാൻ പല വെറൈറ്റി പുലികൾ എന്റെ അടുത്തുണ്ട്. അപ്പൊ ഞാനിപ്പോ ഈ ഒരു പുലിയിലേക്ക് പോവാം. ആ പുലി ചേട്ടാ, പേരെന്താ? സതീശൻ. വീട് എവിടെയാ? ആനപ്പാറ. അപ്പൊ തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ തന്നെ. മുന്നത്തെ വർഷമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? 3 കൊല്ലം. ചേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം ഒരു കലാകാരൻ പുലിയാണ്. അതെ, എന്റെ മുഖലക്ഷണം പറഞ്ഞു. അടിപൊളിയായി. പാട്ടുകാരനല്ലേ? ഇനി നമുക്ക് ഒരു പുലി പാടുന്ന ഒരു പാട്ട് കേൾക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു വെറൈറ്റി പുലി ഉണ്ട്, അതിന്റെ അടുത്തും കൂടെ ഓടി പോവാം. ഒരു പാട്ട് എടുത്തരുമോ? പാടി തരാം. മ്യൂസിക് ഒക്കെ ഉണ്ടോ? വിത്ത് മ്യൂസിക് ആണ് കേട്ടോ. ഇവിടെ കുറെ നമുക്ക് പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഈ പുലിക്കളിയുടെ ഒക്കെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് കിടന്നാലോ? കാരൊക്കെ വെച്ചിട്ടുണ്ട് പാടുന്നത്. പാട്ട് തുറക്കറിയില്ല. ഒരു മിനിറ്റ്. എന്റെ വീട് ആമ്പല്ലൂര്. എല്ലാ തവണ ഇവിടെ പുലിക്കളിയൊക്കെ കാണാൻ വരാറുണ്ട്. കരയിലെ അരയന്നം പോലെ കുണുങ്ങി പോകും പെണ്ണേ പൂമിഴിയാളേ മലർമിഴിയാളേ ഒരു മണ്ണിൽ ഒരു നവസുഹൃത്തത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.